സായിറാം, എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ബാബ കൊടുത്ത ഒരു അത്ഭുത ലീലയെക്കുറിച്ച് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ശനിയാഴ്ച ഇടേണ്ടിയിരുന്ന വീഡിയോയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നേ വരെ എനിക്കങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ത് ലീലയാണ് ഇന്ന് പറയേണ്ടതെന്നുള്ളതിൽ എനിക്കങ്ങനെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാറില്ല. പക്ഷെ അന്ന് എന്തോ എനിക്ക് കാക്ക സാഹിബ് ദീക്ഷിതിന് ആ ഒരു അത്ഭുതത്തിനെ കുറിച്ചാണോ പറയേണ്ടത്, അതോ ഇതാണോ പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരികയും അങ്ങനെ കാക്ക സാഹിബ് ദീക്ഷിതിൻ്റെ ജീവിതത്തിൽ ബാബ നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തു ശനിയാഴ്ച. പക്ഷെ അപ്പോഴും അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തതിന് ശേഷവും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം ഇന്നേ വരെ ഇല്ലാത്ത ഒരു കൺഫ്യൂഷൻ ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം എനിക്കുണ്ടായിരുന്നെന്ന് കേട്ടോ. അതിനുള്ള ഉത്തരം അന്ന് ഉച്ചയ്ക്ക് തന്നെ ബാബ നൽകി എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഞാൻ പറയാം, ഞാൻ വെള്ളിയാഴ്ച ഇട്ട ഒരു വീഡിയോയുടെ താഴെ എനിക്ക് വന്ന കമൻ്റായിരുന്നു അതിനുള്ളൊരു ഉത്തരം. ഞാൻ എന്തുകൊണ്ടാണ് അത് ശനിയാഴ്ച എനിക്ക് ഇടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ബാബ എന്തുകൊണ്ടാണ് അത് ശനിയാഴ്ച ഇടേണ്ട എന്ന തീരുമാനത്തിലെത്തിയതെന്നുള്ളതിന് ബാബ തന്നെ ആ കമൻറ്റിലൂടെ എനിക്കൊരു മറുപടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണില്ല, കാരണം അത്രയും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് എന്നോടൊപ്പം ആ ഒരു നെഗറ്റിവിറ്റി ഇരുന്നോട്ടെ എന്ന് വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ഇതാണ്: ഞാൻ ഈ പറയുന്ന ഓരോ ലീലകളും, ബാബയെക്കുറിച്ച് പറയുന്ന ഓരോ ലീലകളും ബാബയെ ഒരു മജീഷ്യനാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് എന്ന് മാത്രമല്ല, എന്നെപ്പോലെ ഭക്തിയില്ലാത്ത ഒരാളുടെ മുമ്പിൽ ബാബ പോയിട്ട് സാക്ഷാൽ പരമേശ്വരൻ പോലും പ്രത്യക്ഷപ്പെടില്ല, ഒരു സഹായവും ചെയ്യില്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ളൊരു കമൻ്റായിരുന്നു അതിൽ വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ശനിയാഴ്ച ആ വീഡിയോ ഇടാതിരുന്നതെന്ന്. ഇന്ന് ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അത്ഭുത ലീലയെക്കുറിച്ച് തന്നെ പറയാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സായി സച്ചരിത്രയിൽ ബാബയുടെ ഒരുപാട് ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നേ വരയ്ക്കും സായി സച്ചരിത്രയിൽ പറയാത്ത ബാബയുടെ ഒരു ഭക്തനായ ബാലാസാഹിബ് ഭാട്ടിയെക്കുറിച്ചാണ് കേട്ടോ. ബാലാസാഹിബ് ഭാട്ടിക്ക് നമ്മൾ സായി സച്ചരിത്രയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ബാലാസാഹിബ് ഭാട്ടിയെക്കുറിച്ച് അറിയുന്ന പലർക്കും അറിയാവുന്നത് അദ്ദേഹം വലിയൊരു ബാബ ഡിവോട്ടി എന്ന ഒരു പേരിലായിരിക്കും അറിയുന്നത്. പക്ഷേ ബാലാസാഹിബ് ഭാട്ടി ആദ്യം ബാബയുടെ ഒരു ഭക്തനോ ബാബയുടെ പേര് കേൾക്കുന്നത് പോലും വെറുപ്പായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, ബാബയെ ഏറ്റവും കൂടുതൽ തവണ ഭ്രാന്തൻ ഫക്കീർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഒരാൾ കൂടിയായിരുന്നു ബാലാസാഹിബ്. അപ്പോൾ ഈ ബാലാസാഹിബിൻ്റെ മെയിൻ കുഴപ്പമെന്ന് പറയുന്നത്, അദ്ദേഹം ആരെങ്കിലും ഞാൻ ബാബയെ കാണാൻ ഷിരഡിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ബാബയുടെ ഒരു ഭക്തനാണ് എന്ന് പറയുന്നത് അദ്ദേഹം കേൾക്കുന്ന ആ സമയത്ത് അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്, എന്തിനാണ് ആ ഭ്രാന്തൻ ഫക്കീറിനെ നിങ്ങൾ പോയി കാണുന്നത്? അല്ലെങ്കിൽ ബാബയെ പോലെ ഒരു ഭ്രാന്തനായ, ഒരു മണ്ടനായ ഒരു ഫക്കീറിന് നിങ്ങൾ പോയി കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ്, എന്ത് അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാബയുടെ എല്ലാ ഭക്തന്മാരെയും കളിയാക്കിയിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ബാലാസാഹിബ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് തന്നെ ബാബയിൽ വിശ്വസിക്കുന്ന ആരും ബാബയുടെ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം ബാബയുടെ ഒരു ഫോട്ടോ കണ്ടാൽ പോലും പരിഹസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബാലാസാഹിബ് ഭാട്ടിയുടെ ഒരു അടുത്തൊരു സുഹൃത്ത് അദ്ദേഹം ഒരിക്കൽ ബാലാസാഹിബിനോട് പറയുകയാണ്, ഇത്രയൊക്കെ ബാബയെ പരിഹസിക്കുന്ന നീ ഒരു ദിവസമെങ്കിലും നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ഒരേ ഒരു തവണ നീ പോയി ബാബയെ ഒന്ന് ഷിരഡിയിൽ പോയി സന്ദർശിക്കണം. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം വിസമ്മതിക്കുകയാണ്. കാരണം ഞാൻ ആ ഭ്രാന്തൻ ഫക്കീറിനെ, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ ആ ഭ്രാന്തൻ ഫക്കീറിനെ ഒരിക്കലും ഷിരഡിയിൽ പോയി കാണില്ല നേരിട്ട് എന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പോഴും സുഹൃത്ത് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി, നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് വേണ്ടി നീ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ഒരിക്കലും നിരസിക്കരുത്. ഒരേ ഒരു തവണ നീ ബാബയെ പോയി കാണുക. കാരണം സുഹൃത്തിന് ഉറപ്പായിരുന്നു, ഇദ്ദേഹം ബാബയെ ഒരിക്കൽ കണ്ടാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഈ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അങ്ങനെ ഈ സുഹൃത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം മനസ്സോടുകൂടി ഷിരഡിയിലേക്ക് പോവുകയാണ്. ഷിരഡിയിൽ പോകുന്നു, ദ്വാരകാമയിൽ വെച്ച് ബാബയെ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറയത്തക്ക ഒരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. സെയിം അതേ രീതിയിലാണ് ബാബയെ നോക്കുന്നത്. ബാബയെ മണ്ഡനെന്നും ഭ്രാന്തനെന്നും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബാബയെ ദ്വാരകാമയിൽ ഇദ്ദേഹം പോയി കാണുന്നത്. അപ്പോൾ നമുക്ക് സായി സച്ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരാൾ ഷിരഡിയിൽ പോകുന്ന സമയത്ത് ബാബയുടെ അനുവാദമില്ലാതെ ഷിരഡിയിൽ നിന്നും മടങ്ങിയെത്താൻ സാധിക്കില്ല എന്ന്. അങ്ങനെ ഇദ്ദേഹം പോയി ബാബയെ ദ്വാരകാമയിൽ കണ്ട ശേഷം പറയുകയാണ്, ഇനി ഞാൻ തിരികെ പോവുകയാണെന്ന് പറയുന്ന സമയത്ത് ബാബ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, തിരികെ പോകാറായിട്ടില്ല, 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഷിരഡിയിൽ നിന്നും പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അദ്ദേഹം ആദ്യമൊക്കെ എതിർക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വന്നത്, ബാബയെ നിങ്ങളെ കാണണമെന്ന് മാത്രമേ ഈ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളൂ, കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് മടങ്ങി പോകണമെന്ന് പറയുകയും ബാബ അതിന് വിസമ്മതിക്കുമ്പോൾ കൂടെയുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, ബാബയുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല എന്ന് ഇങ്ങനെയൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ 3 ദിവസം ഷിരഡിയിൽ താമസിപ്പിക്കുകയാണ്.
മൂന്നാമത്തെ ദിവസം അദ്ദേഹം ദ്വാരകാമയിൽ ബാബയെ കാണാൻ പോകുന്ന സമയത്ത് ബാബ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കുങ്കുമപ്പൂവിൻ്റെ നിറമുള്ള ഒരു വസ്ത്രമെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ മൂടി കൊടുക്കുകയാണ്. തലയിൽ മൂടി കുറച്ച് കഴിഞ്ഞ് ആ വസ്ത്രം ഇങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട്. ആ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബാബയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന മനോഭാവങ്ങളെല്ലാം മാറുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, എൻ്റെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്നും തന്നെ എന്തോ ഒരു കാര്യം ഇങ്ങനെ എടുത്തു മാറ്റുന്നത് പോലെയാണ് എനിക്ക് ബാബ ചെയ്ത പ്രവൃത്തിയോട് എനിക്ക് തോന്നിയെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ബാബയെ ഭ്രാന്തൻ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നെ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ആരെയാണോ ഭ്രാന്തൻ ഫക്കീർ എന്ന് വിളിച്ചത് ആ ഒരു വ്യക്തിയോടുള്ള ഭക്തി കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഭ്രാന്തനായി മാറിയിരിക്കുന്നുവെന്നാണ്. ശേഷം ഇദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ച് ഷിരഡിയിൽ പോയി സ്ഥിരതാമസം ചെയ്യുകയാണ്. കാരണം ബാബയോടൊപ്പം തന്നെ എനിക്ക് സദാ സഞ്ചരിക്കണമെന്നുള്ള ഒറ്റ തീരുമാനത്തിന് പ്രകാരം അദ്ദേഹം ഷിരഡിയിൽ പോയി സ്ഥിരതാമസമാക്കുന്ന സമയത്ത് ബാബയുടെ ഒരു അടുത്ത ഭക്തനായി മാറുകയും എത്രയോ തവണ ബാബയെ ഭ്രാന്തൻ ഫക്കീർ എന്ന് വിളിച്ച് കളിയാക്കി അദ്ദേഹത്തിന് ബാബ നൽകിയ വലിയൊരു പുണ്യമുണ്ടായിരുന്നു. ബാബയുടെ മഹാസമാധിക്ക് ശേഷം ബാബയുടെ ശരീരം അടക്കം ചെയ്യുന്നത് വരയ്ക്കുമുള്ള സകല കാര്യങ്ങളും ചെയ്യാൻ ആ ഒരു യോഗം കിട്ടിയ ഒരു മനുഷ്യനായിരുന്നു ബാലാസാഹിബ് ഭാട്ടെ. കാരണം ബാബയുടെ മഹാസമാധി ആയെന്ന് അറിഞ്ഞത് മുതൽ ബാബയെ നമ്മൾ സായി സച്ചരിത്തിൽ പറയുന്നുണ്ട്, ബാബയുടെ അടക്ക സമയത്തുണ്ടായ തർക്കങ്ങളെക്കുറിച്ചുമെല്ലാം അതെല്ലാം പരിഹരിച്ച് ആ ഒരു എല്ലാ ചടങ്ങുകളോടും കൂടി ബാബയെ അടക്കം ചെയ്യുന്നത് വരയ്ക്കുമുള്ള എല്ലാ ആ പുണ്യപ്രവൃത്തിയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തി ബാലാസാഹിബ് ഭാട്ടെയായിരുന്നു. അപ്പോൾ ബാബ നമ്മളൊരു കാര്യം പറയണമെങ്കിലോ ഞാൻ ഈ ഇടുന്ന ഈ ഒരു അത്ഭുത ലീല എത്ര പേർ കേൾക്കണം, എത്ര പേരിലേക്ക് എത്തിക്കണം, അത് ഒരാളാണോ 10 പേരാണോ 1000 ആണോ അതിനു മേലെയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാബയാണ്. ബാബയുടെ നാമം നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം, അത് എവിടെയൊക്കെ എത്തണം, ആരൊക്കെ കേൾക്കണം അത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാബയാണ്. അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബാബ എന്താണെന്നുള്ളതിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. നമുക്ക് ബാബയെ ഒരു ഭ്രാന്തനായിട്ടോ ഒരു മജീഷ്യനായിട്ടോ ഒരു കൺകെട്ടുകാരനായിട്ടോ ഒന്നും നമുക്ക് ബാബയെ മാറ്റാൻ നമ്മളാൽ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഞാൻ ഈ പറയുന്ന ലീലകളൊക്കെ കേട്ട് ആ വ്യക്തിക്ക് അത് ബാബ ഒരു മജീഷ്യനാണെന്ന് തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമില്ലായ്മയാണ്. ഈ പറഞ്ഞ കാര്യം അത്ഭുതങ്ങളൊന്നും നടക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയതല്ലേ. അപ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ വീഡിയോ എത്ര പേരിൽ എത്തുന്നുണ്ടോ അതൊക്കെ ബാബ നിശ്ചയിക്കുന്നതാണ്. ഇന്ന് എൻ്റെ കൂടെ എത്ര പേരുണ്ടോ, എൻ്റെ ഈ ഒരു ചാനലിൽ എത്ര ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നില്ല, എത്ര ഡിവോട്ടീസ് എന്നോടൊപ്പമുണ്ടോ, അതൊക്കെ ബാബയുടെ ഭക്തരാണ്. ബാബ നിയോഗിച്ച് ബാബയുടെ കഥകൾ കേൾക്കണമെന്ന് ബാബ തിരഞ്ഞെടുത്തവരായിരിക്കാം. അതൊക്കെ കേൾക്കുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ബാബയെ അധിക്ഷേപിച്ച ഭ്രാന്തൻ ഫക്കീർ എന്ന ബാബയെ അധിക്ഷേപിച്ച ആ വ്യക്തിക്ക് ബാബ നൽകിയത് ബാബയുടെ മഹാസമാധിക്ക് ശേഷം ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള അവസരമായിരുന്നു അല്ലേ. അപ്പോൾ ബാബ ഒരിക്കലും ബാബയുടെ ഭക്തിക്ക് ബാബ അളവ് വെച്ചിട്ടുമില്ല, ഇങ്ങനെ തന്നെ ആരാധിക്കണമെന്നും പറഞ്ഞിട്ടില്ല, ഈ രീതിയിലേ എന്നെക്കുറിച്ച് പറയാവൂ എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നെഗറ്റിവിറ്റീസ് പറയുന്നവർ ദയവ് ചെയ്ത് കേൾക്കാതിരിക്കുക കേട്ടോ. കാരണം ഞാൻ ഈ അതിൽ ഒരുപാട് ഡിവോട്ടീസ് കമൻസായിട്ട് ബാബയോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ ഈ ഓരോ വീഡിയോയ്ക്ക് താഴെയും കമൻസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ അത്രത്തോളം ആത്മാർത്ഥതയോടും അത്രത്തോളം ഭക്തിയോടുമാണ് ബാബയുടെ ഓരോ കാര്യങ്ങളും കേൾക്കുന്നത്. അവർക്ക് നമ്മളായിട്ടൊരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല. കാരണം അവർ ബാബയെ ഓരോ വീഡിയോസും ബാബയെ റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നവരാണ്. അപ്പോൾ അവർ അത്രയും ആത്മാർത്ഥമായിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരുന്ന ഓരോ കമൻസും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ദയവായിട്ട് കാണാതിരിക്കുക കേട്ടോ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക. ഒപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഓം സായിറാം.